ആവരണ വിക്ഷേപങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാമോ? വസ്തുതത്വത്തെ മനസ്സിലാക്കാതെ അവസ്തുവെ നമ്മൾ വസ്തുവായി ധരിക്കുന്നു. ഇതാണ് സംസാരഭ്രമത്തിൻ്റെ അടിസ്ഥാനം. സച്ചിദാനന്ദമായിരിക്കുന്ന സ്വരൂപത്തെ അറിയുന്നില്ല. പിന്നെയോ ജഡവും അനിത്യവും അശുചിയുമായിരിക്കുന്ന ദേഹാദിസംഘാതത്തെ ഞാനെന്ന് അറിയുന്നു. ഇതാണ് സംസാരത്തിൻ്റെ മൂലം. അപ്പോൾ ഈ പ്രക്രിയ എങ്ങനെയാണത്? ഇവിടെ അവിദ്യയുടെ രണ്ട് ശക്തികളുടെ പ്രവർത്തനമുണ്ട്. ആ രണ്ട് ശക്തികളാണ് ആവരണശക്തിയും വിക്ഷേപശക്തിയും. സദധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തെ മറയ്ക്കുന്നതാണ് ആവരണശക്തി. അന്യമായി കാണിക്കുന്നതാണ് വിക്ഷേപശക്തി. വേദാന്തം പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ തന്നെ കേട്ട് മടുത്ത ദൃഷ്ടാന്തം പറഞ്ഞാൽ അവനൊന്ന് മാറ്റി പിടിച്ചൂടെ? വേണ്ടാന്നേ, അത് തന്നെ പറയാം. കയറ്, പാമ്പ്. എന്തിനാ മാറ്റണത്? കയറിൻ്റെ സ്ഥാനത്ത് വേറൊന്ന് വെച്ചു, പാമ്പിൻ്റെ സ്ഥാനത്ത് വേറൊന്ന് വെച്ചു. അതെന്താ ഗുണമുള്ളത്? അന്യത്ര വിഭാവ്യതേ ഭ്രമാത് അധ്യാസമിത്യാഹു രമം വിപശ്ചിത്. അത്രയേ ഉള്ളൂ. അവിടെ ഇത് കയറാണ് എന്ന ജ്ഞാനം മറയ്ക്കപ്പെട്ടത് ആവരണമാണ്. ഒരിക്കലും പാമ്പായിട്ടില്ലാത്ത അതിനെ ഇത് പാമ്പാണെന്ന് ഭ്രമിപ്പിച്ചത് വിക്ഷേപമാണ്. ഈ രണ്ടും കൂടി ചേർന്നപ്പോൾ സംസാരഭ്രമായി.